കളരി വിളക്കു തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തുനിന്നെങ്ങാനും വന്നതാണോ, മാനത്തുനിന്നെങ്ങാനും വന്നതാണോ, കുന്നത്തു സൂര്യനുദിച്ചതാണോ, കളരി വിളക്കു തെളിഞ്ഞതാണോ. ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ അങ്ങനെ പോട്ടെ. ഹിന്ദി പാട്ട് എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം കൂടുതലും ഗാനങ്ങൾ ചലച്ചിത്ര ഗാനരംഗത്താണെങ്കിലും ശരി, ലളിത ഗാനരംഗത്താണെങ്കിലും ശരി, ഏത് ഗാനരംഗത്തും കൂടുതലായിട്ട് ഗാനങ്ങൾ പിറവി കൊണ്ടേക്കുന്നത് സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ടുള്ള ഗാനങ്ങളാണ് അല്ലേ. കൂടുതലും സ്ത്രീകളെ വർണ്ണിച്ചുള്ള ഗാനങ്ങളും അതുപോലെ തന്നെ സ്ത്രീ സൗന്ദര്യം, ആ പ്രകൃതിയുടെ സൗന്ദര്യവും അതും ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് സ്ത്രീയുടെ സൗന്ദര്യത്തെ കുറിച്ചാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സോങ് മുതൽക്കൂട്ട് തന്നെയാണ്. ജയകുമാർ സാറിൻ്റെ മനോഹരമായ വരികൾക്ക് ബോംബെ രവി സാറ് അതിമനോഹരമായി സംഗീതം നൽകി നമ്മുടെ ചിത്ര ചേച്ചിയുടെ സ്വരമാധുരിയിൽ നമുക്ക് സമ്മാനിച്ച ഈ മനോഹരമായ ഗാനം അല്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസവും കൂടെ ഫേസ്ബുക്കിൽ എന്തോ ഒരു ഗാനമേള എന്തോ ഒരു സംഭവത്തിൽ ഞാൻ ഈ പാട്ട് കേട്ടു. ഇന്നും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഇത്രയും ഒത്തിരി ഗാനങ്ങളുണ്ട് അല്ലേ. ശരിക്കും ആ മൂവി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മൂവിയിലെ എല്ലാ ഗാനങ്ങളും വളരെ മനോഹരമായ ഗാനങ്ങളാണ്. ആ വരികളായിക്കോട്ടെ, വരികളുടെ സൗന്ദര്യം ആയിക്കോട്ടെ, ആ ഗാനത്തിൻ്റെ ആ സംഗീതമായിക്കോട്ടെ, പാടിയതായിക്കോട്ടെ, ഇത്ര മനോഹരമാണല്ലേ. അതിൻ്റെ ഓരോ വരികളും ആ പുരുഷൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടും ആ ഒരു പുരുഷത്വത്തിൻ്റെ ആ സുന്ദരമായ വർണ്ണനയിലൂടെ മനോഹരമായിട്ട് ആ ഗാനം പോയിട്ടുണ്ട്. പിന്നെ ചിത്ര ചേച്ചിയുടെ ആലാപനം എന്ന് പറയുന്നത് അത് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ചിത്ര ചേച്ചി അല്ലേ. അപ്പം ശരിക്കും അത്ര മനോഹരമായ ഒരു ഗാനമാണ്. അപ്പോൾ അത് ഞാനിന്ന് ഫേസ്ബുക്കിൽ ഈ പാട്ട് ഇടാമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എന്തായാലും യൂട്യൂബിൽ ഈ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. വലിയ കാര്യമായിട്ട് എനിക്ക് പറയാനൊന്നും അറിയില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അതുപോലെ എനിക്ക് ഇങ്ങനത്തെ മൂവികൾ, ഈ ചരിത്ര സംബന്ധമായിട്ടുള്ള മൂവികൾ, അതുപോലെ തന്നെ പഴശ്ശിരാജ ആ മൂവി, അങ്ങനെയുള്ള മൂവികളൊക്കെ ഉണ്ടല്ലോ, അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിനകത്ത് കുറേ പഴമയുടെ കാര്യങ്ങൾ, ഇപ്പം നാലിരട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ന് ശരിക്കും നമുക്ക് നമ്മളെവിടെ നോക്കിയാലും കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങളും സംഭവങ്ങളൊക്കെയാണ് അല്ലേ. നമ്മുടെ ശരിക്കും കേരളത്തിൻ്റെ ആ ഒരു കാലാവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരുന്നു പണ്ടുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല ജീവിത ചര്യകളും ഒക്കെ അങ്ങനെയായിരുന്നു അന്ന്. അതുകൊണ്ടാണ് അന്ന് നമുക്ക് അസുഖങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ചൂടുകാലം, പിന്നെ മഴയുടെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെള്ളം കൂടുതൽ അങ്ങനെ കുറവ് അങ്ങനെയല്ല. എന്നാലും വെള്ളപ്പൊക്കം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ നമ്മളെ വല്ലാണ്ട് അലട്ടിയിരുന്നില്ല. കാരണം മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ ഒരു പാടമുണ്ടോ, എവിടെയെങ്കിലും ഒരു വയൽ നിങ്ങൾ കാണിച്ചു തരാമോ? വയലുകൾ വളരെ വിരളമാണ്. ഇന്ന് ഗ്രാമം ഏതാണ് പട്ടണം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ മേലാത്തൊരവസ്ഥയിൽ കൂടിയാണ് നമ്മുടെ കാലഘട്ടം കടന്നു പോകുന്നത്. ഇനി അടുത്ത 2025 ഈ അവസ്ഥയ്ക്ക് 2030 അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഗ്രാമം എന്ന് പറയുന്ന ഒരു സംഭവമേ ഈ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. എവിടെയും വയലുകളെല്ലാം നികത്തി വീടുകൾ വയ്ക്കുക. ഇന്ന് പക്ഷേ ഗവൺമെൻറ് കുറേ കൃഷി ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെ കൂടുതൽ കൃഷിക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അതിനൊക്കെ അവരെ കൂടുതൽ പ്രാപ്തരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ആലോചിക്കണം, പണ്ടത്തെ ഉള്ള ഒരു ഗ്രാമഭംഗി എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്, വളരെ വിരളമായ സ്ഥലങ്ങളാണ്. ഇപ്പം നമുക്കൊരു വീഡിയോസ് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനാണെങ്കിലും, ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യും, പാർട്ടി ഷൂട്ട് ചെയ്യാനോ എന്തെങ്കിലും ഒരു ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രദേശങ്ങളിങ്ങനെ അന്വേഷിച്ച് പോകേണ്ടി വരും. ഞാൻ വലിയ വീഡിയോസൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തൊന്നും ഇടാറില്ല. എന്നാലും ഞാനൊരു പാട്ടിൻ്റെ കുറച്ച് വീഡിയോസ്, പാട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വീഡിയോസ്, നിങ്ങളുടേതായ നല്ല സ്ഥലങ്ങളിലെ വീഡിയോസ്, അല്ലെങ്കിൽ അവർ വന്നിട്ട്
എടുക്കേണ്ടി വരും. അപ്പോൾ അത് എടുക്കാമെന്ന് പറഞ്ഞാൽ സ്ഥലങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റും. ഇവിടെ ഒന്നും നോക്കി എവിടെ സ്ഥലം കിടക്കണേ, ഇവിടെ മുഴുവൻ കമ്പനികളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു നല്ല സ്ഥലമോ വയലോ ഒന്നും കാണാൻ വളരെ കുറവാണ്. അത് ഇല്ലയെന്ന് തന്നെ പറയാം. അത്ര ഒരു കാലത്തിലേക്കാണ് നമ്മളുടെ ഈ പോക്കെന്ന് പറയുന്നത്. ഈ കുറേ നാൾ കഴിയുമ്പോൾ അതൊന്നും ഇല്ലാണ്ട് വരും. അത് നമ്മളിങ്ങനെ എന്താ പറയുക, വല്ല മൂവിയിലൊക്കെ പണ്ടത്തെ മൂവിയൊക്കെ എടുത്ത് കാണേണ്ടി വരും അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണണമെങ്കിൽ. അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ പ്രശ്നങ്ങളാണ്. നമ്മൾ ആ ഓരോ പ്രകൃതിയോടും നമ്മൾ ഇണങ്ങി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ഒരു ശാരീരികാവസ്ഥയും അത് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശാരീരികാവസ്ഥയും വ്യത്യാസമാണ്. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ കൂടുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ വെള്ളപ്പൊക്കം വരുന്നത് എന്തുകൊണ്ടാണ്? വെള്ളം ഒലിച്ചു പോകാനുള്ളൊരു സ്ഥലം ഇല്ല. എല്ലായിടവും നികത്തി എന്താ പറയുക, പാടങ്ങൾ, വയലുകൾ, പുഴകളൊക്കെ മാക്സിമം നികത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ പ്രകൃതി അപ്പോൾ അത് അനുസരിച്ച് റിയാക്ട് ചെയ്യുന്നു. അതൊക്കെ സാധാരണക്കാരായ എന്താ പറയുക, നിസ്സഹായരായ മനുഷ്യർ അതിൻ്റെ വേദനകൾ തിന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കൂടുതൽ എന്ത് പറയാനല്ല, എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല, അറിയുകയില്ല. എന്നാലും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നൊസ്റ്റാൾജിയ എന്ന് പറയില്ലേ, ഭയങ്കര സംഭവമാണ്. ഈ കിളികളുടെ ശബ്ദം, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കിളികളുടെ ശബ്ദം കേട്ട് ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ മടി പിടിച്ചിരിക്കുക, എന്നിട്ട് ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് രാവിലെ എഴുന്നേറ്റ്, പ്രത്യേകിച്ച് സൺഡേസിലൊക്കെ നമുക്ക് കുറച്ച് സമയം കിട്ടും. അല്ലാത്ത ദിവസമൊക്കെ ക്ലാസ്സിൽ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം എവിടെ കിളികളുടെ ശബ്ദം, വൃക്ഷങ്ങളുണ്ടെങ്കിലല്ലേ കിളികളുടെ ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ. ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്, അതിൽ ഫുള്ളും വീടായിരിക്കും. പിന്നെ എവിടെയാണ് വൃക്ഷങ്ങൾ വയ്ക്കുക? അല്ല, ഇനിയിപ്പോൾ വച്ച് പിടിപ്പിക്കാമെന്ന് വെച്ചാൽ, ചെടികൾ വച്ച് പിടിപ്പിക്കാമെന്ന് വെച്ചാൽ തന്നെ ഇതൊക്കെ നോക്കാൻ ആർക്കാണ് നേരം ഉണ്ടാവുക? രാവിലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം സന്ധ്യയാകുമ്പോൾ കയറി വരുന്ന ഒരു മനുഷ്യന് എന്തിനുമൊക്കെ പോകാൻ പറ്റും? ഒന്നിനും സമയമില്ല. പൈസയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം, ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടം, അതിനിടയ്ക്ക് ഇതൊക്കെ ആർക്കല്ലേ സമയം ഇതൊക്കെ ആസ്വദിക്കാൻ? പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഒരു ദിവസം അതിനു വേണ്ടി നമ്മൾ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് സന്തോഷമായിട്ട് ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. മറ്റുള്ള ദിവസങ്ങൾ നമുക്ക് എന്തായാലും ജീവിക്കണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം നമുക്ക് ഓരോ ദിവസം പൈസ എന്ന് പറയുന്നത് പൈസ തന്നെ വേണം. പൈസയ്ക്ക് പകരം നമ്മൾ വേറെ എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് കടയിൽ സാധനം വാങ്ങിക്കാൻ നോട്ട് തന്നെ കൊണ്ടു കൊടുക്കണം. അതൊക്കെ കാര്യം ശരിയാണ്. പക്ഷേ ഒരു ദിവസം നമ്മുടെ സന്തോഷം ഇതുപോലെ കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു സൺഡേ ആണെങ്കിലും ശരി, ഒരു സൺഡേ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? മിക്ക ആളുകളും എന്താ ചെയ്യുക? വല്ല സിനിമയ്ക്ക് പോവോ, അല്ലെങ്കിൽ ആ ഒരു തിരക്ക് പിടിച്ച ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. പുറത്തിറങ്ങി കറങ്ങി ലുലു മാളിലോ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കറങ്ങി അടിച്ച് നടക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ പറമ്പുകളെന്ന് പറയുന്ന സംഭവങ്ങളേ ഇന്നില്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ മാത്രം പറമ്പുകളൊന്നുമില്ല. പണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാനൊക്കെ വളർന്നതെന്ന് പറഞ്ഞാൽ അത്രയും കുറേ സ്ഥലം ഉണ്ട് നമുക്കൊക്കെ. അപ്പോൾ ആ സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാനും, ഓണക്കാലമൊക്കെ വരുമ്പോൾ പൂക്കളൊക്കെ പറിക്കാനും, നിറയെ നിറച്ച് സ്ഥലങ്ങൾ. ഇപ്പം ഇന്നത്തെ കാലത്ത് അത്ര സ്ഥലങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ കൊണ്ട് വലിയ ടാസ്ക്കാണ്. ഇനി അങ്ങനത്തെ സ്ഥലങ്ങളും ഇല്ല. കൊച്ചു പ്ലോട്ടുകളായിട്ട് ആൾക്കാർക്ക് അതൊന്നും നോക്കാനായിട്ടും പറ്റില്ല. കൂലി ചിലവ്, ഒരു കുറേ പറമ്പുണ്ടെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിലും അതിൻ്റെ കാട് കയറാതെ നോക്കണമെങ്കിലും ഇവർക്ക് ഇറങ്ങി പുല്ല് കൊത്താനൊന്നും ഉള്ള ആരോഗ്യം ഉണ്ടാവില്ല. പിന്നെ ആളുകളെ വെക്കണം. അതിന് പൈസ കൊടുത്ത് നമ്മൾ മുടിയും. അപ്പോൾ എന്താ ആളുകൾ കൂടുതലും വിചാരിക്കണമെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലം, ആ വീടിന് ചുറ്റും കുറച്ച് നടക്കാനുള്ള സ്ഥലം, അത് മാത്രം ഉദ്ദേശിച്ച് അങ്ങനെയാണ് ആളുകളുടെ ഒരു ചിന്ത പോകുന്നത്. പിന്നെ പൈസ എന്ന് പറയുന്നത് നമുക്ക് അത്രയും പണ്ടുള്ളവരെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സ്ഥലങ്ങൾക്ക് അത്ര വിലയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാരണവന്മാർ കുറേ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് സ്ഥലങ്ങൾക്ക് ഭയങ്കര സ്ഥലം ഉണ്ടെന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു മൂല്യമാണ്. ഇന്നിപ്പോൾ അതിനൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാണ്ടായി മാറി. പിന്നെ ഗ്രാമപ്രദേശങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഗ്രാമങ്ങൾ മുഴുവൻ പട്ടണങ്ങളുടെ ഒരു ഛായയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും ആൾക്കാർക്ക് സമയമില്ല. ഈ പാട്ടിങ്ങനെ കേട്ടപ്പോഴേ, ഇതിൻ്റെ ഈ പാട്ട് വീഡിയോസൊക്കെ കണ്ടപ്പോൾ വെറുതെ നിങ്ങളോട് കുറച്ച് ഇങ്ങനെ സംസാരിക്കണം എന്ന് തോന്നി, അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പൊട്ടും, നമ്മുടെ ചെറുപ്പകാലത്തിലെ കൊച്ചു സന്തോഷങ്ങളൊക്കെ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ.
അപ്പോൾ ഇതേ വീഡിയോസൊക്കെ കണ്ട് വെറുതെ ഇങ്ങനെ പോകരുത്. കാണുന്നവർ ഒന്ന് ലൈക്കോ കമൻറ്റോ ഒക്കെ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കാം. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വലിയ കാര്യമൊന്നുമില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കേൾക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ചിൽഡ്രൻസ്, ബൈ ബൈ.